ഇന്നലെ എറണാകുളത്തെ ഇടതുമുന്നണി പ്രചാരണ വേദിയിൽ എല്ലാവരുടെയും ശ്രദ്ധ പോയത് പി രാജീവിലേക്കായിരുന്നില്ല, മറിച്ച് സംവിധായകൻ മേജർ രവിയിലേക്കായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, എപ്പോഴും BJP അനുകൂല നിലപാടുകൾ സ്വീകരിച്ച മേജർ രവി ആദ്യമായി ഒരു ഇടതുമുന്നണി വേദിയിൽ പ്രചാരണത്തിനെത്തി എന്നത് തന്നെയാണ് ആ വേദിയെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത്. പി രാജീവിനെ തെരഞ്ഞെടുത്താൽ നാടിന് എന്തു ഗുണമുണ്ടാകുമെന്നതാണ് താൻ LDF കൺവെൻഷനിൽ പങ്കെടുക്കാനുണ്ടായ കാരണമെന്ന് വ്യക്തമാക്കിയാണ് മേജർ രവി സംസാരിച്ചു തുടങ്ങിയത്. താൻ വേദിയിലെത്തിയതിൽ പലരുടെയും നെറ്റിയിൽ ചുളിവ് കാണുന്നുണ്ടെന്നും മേജർ രവി തുറന്നടിച്ചു. ഇങ്ങനെ വേദിയിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ പലരുടെയും മുഖത്തൊരു നെറ്റിയിൽ ഒരു ചുളിവ് കാണുന്നുണ്ട്. ഞാൻ രാജീവ് എൻ്റെ ഒരു അനിയനെ പോലെ. ഞാൻ പല രാജ്യസഭാ എംപിമാരും പെൻഷൻ കാശ് വാങ്ങാൻ മാത്രം പോകുന്നവരാണ്. എന്നാൽ രാജീവ് അങ്ങനെയല്ലെന്നും മേജർ രവി പറഞ്ഞു. ഇവിടെ പല രാജ്യസഭാ എംപിമാരും ഇവിടുന്ന് പോയിട്ട് അതിനുശേഷം പെൻഷൻ കാശ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം പോകുന്ന കുറേ എംപിമാരുണ്ട്. അതല്ല ഞാൻ രാജീവ് എന്ന് പറഞ്ഞ എംപിയിൽ കണ്ടത്. പിന്നെ അദ്ദേഹം രാജ്യസഭാ MP ആയിട്ട് പോയ സമയത്ത് പലപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ ഫോളോ ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ സ്നേഹിക്കുന്ന ജനപ്രതിനിധികളെയാണ് തനിക്ക് ആവശ്യം. രാജ്യസഭ MP എന്നാൽ ആരാണെന്ന് രാജീവ് കാണിച്ചു തന്നു. രാജീവിന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി താൻ വോട്ട് ചോദിക്കുന്നതെന്നും മേജർ രവി പറഞ്ഞു. വളരെയധികം ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം വിജയിച്ച് MP സ്ഥാനാർത്ഥിയായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്നാസു, മീഡിയ 1, കൊച്ചി.